ഒരു ആളുകൾ എങ്ങനെയാണ് ഇല്ല, അതിന് ഒരു വിസിറ്റ് നടത്തിയതാണ്. ഇതിന്റെ ഒരു അസസ്മെന്റ് ആവശ്യമാണ്. റെയിൽവേ മന്ത്രിയോട് ഒരു 20 ദിവസം മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതിനൊരു ഒരു പ്രോലോഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ സ്റ്റേഷൻ പൊളിച്ചതിലെ വേദന, അത് ഈ അടുത്ത കാലത്ത് അറിയില്ല. നമ്മൾ ഈ റോഡ് വഴി യാത്ര ചെയ്യുന്നതൊന്നും അത് കണ്ടിട്ടില്ല. പഴയ RMS-ഉം റെയിൽവേ മെയിൽ സർവീസ്, പഴയ റെയിൽവേ സ്റ്റേഷനിൽ നമുക്കിപ്പോ ഇനി കാണണമെങ്കിൽ അതിന്റെ മ്യൂസിയം ഉള്ളത് ഓടയിൽ എന്ന് പറയുന്ന സിനിമയിലാണ്. അങ്ങനെ ചില സിനിമകളിലൊക്കെ കാണും പഴയ ഇത് ശരിക്കും ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറായിരുന്നു. അത് ഒരു മ്യൂസിയം പോലെ നമ്മളിന്ന് പുതിയതായി പണിയുന്ന റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നിലനിർത്തിയിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയായിട്ട് നമുക്കൊരു വലിയൊരു ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചറായിട്ട് കൊല്ലത്തിന് നമുക്കത് ഡെമോളിഷൻ ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നാണ് ഇതും അങ്ങനെ ഇടിച്ചു പൊളിക്കാതെ ചിലപ്പോൾ ഇതിന് ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം തോന്നി. അതിന് മാതൃഭൂമിയിലെ ഇവിടുത്തെ ലേഖകൻ ഒരു റിപ്പോർട്ട് പത്രത്തിൽ വന്നത് ഇന്നസെന്റിന്റെ സഹപാഠിയാണ് എന്നെ അറിയിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രേമേന്ദ്രനെ വിളിച്ച് വിസിറ്റ് നടത്തുന്നത്. ഇതൊന്ന് അസസ് ചെയ്തു. ഇത് മറ്റേത് തരത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ഈ വഴിയെ തന്നെ വന്നത്. എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി കൺവീനിയൻസിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി റെയിൽവേയുടെ പ്രോപ്പർട്ടിയായി നിർത്തിക്കൊണ്ട് തന്നെ ടൂറിസത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക്കിന് ഒരു വലിയ ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോപ്പർട്ടിയായിട്ട് റെയിൽവേയുടെ സമ്മാനമായിട്ട് എങ്ങനെ വരാൻ സാധിക്കും എന്നുള്ളത് മിനിസ്റ്ററുമായിട്ട് ഇനി ഇരുന്ന് സംസാരിക്കും. ഇതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് ഇത് റെസ്റ്റോറേഷൻ വർക്ക് എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കിപ്പോൾ കാണുന്ന കാഴ്ചയിൽ തന്നെ ഈ ചുടുകട്ടകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന വാട്ടർ സീക്കേജും അത് കാരണം മതിലിനുണ്ടാകുന്ന ബലക്ഷയം, ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചർ അത് ശക്തമായി നിലനിർത്തുക, അതിന്റെ ഉപയോഗം ജനങ്ങൾക്കുണ്ടാവുക എന്ന് പറയുന്ന തത്വത്തിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യും. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും നേരത്തെ ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ സ്വദേശ് ദർശനിലോ അല്ലെങ്കിൽ പ്രസാദ് സ്കീമിലോ കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് എല്ലാം ഫണ്ടിങ് കൊണ്ടുവന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കണം. ആദ്യം റെയിൽവേ മിനിസ്റ്ററുടെ ഒരു ഇംഗിതം അറിയണം, അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങണം. അത് മുന്നോടിയായിട്ട് ഞാനിപ്പോ 5-ാം തീയതി കാണും, മിനിസ്റ്ററാണ് 5-ാം തീയതി ഞാൻ പോവുക. നിതിൻ ഗഡ്കരിയും അശ്വിനി വൈഷ്ണവിനെയും കാണുന്നതിന് വേണ്ടി 5-ാം തീയതി ഫോറൻസിക് ലാബിന്റെ ഇപ്പൊ തൃശ്ശൂരിന് വേണ്ടി പറഞ്ഞിരുന്നത് കേരള സ്റ്റേറ്റിന് തൃശ്ശൂർ തരാൻ സ്ഥലമില്ല എന്ന് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്താണ് പോകുന്നു വന്നപ്പോൾ തിരുവനന്തപുരവും എന്റെ രാജ്യമായതുകൊണ്ട് എനിക്കത് എതിർക്കാൻ വയ്യ. തിരുവനന്തപുരത്ത് വരും. പക്ഷെ തൃശ്ശൂർ ഇനി ആവശ്യപ്പെടുന്നത് 25 ഏക്കറിലാണ്. അതാണ് ഈ ഫെഡറൽ സ്ട്രക്ചറിൽ അങ്ങനെയാണ് അതിന്റെ വ്യവസ്ഥ. അതെടുത്തത് അല്ല, അങ്ങനെയല്ല. എന്തോ ഒരു രാഷ്ട്രീയം ഉണ്ടാവണം, അല്ലെങ്കിൽ തൃശ്ശൂരിനോട് എന്തിനായി ഒരു വൈരാഗ്യം അല്ലേ? അത് വ്യക്തമാക്കിയാൽ മതി തൃശ്ശൂരിലെ ജനങ്ങളോട്. എല്ലാവർക്കും അവകാശങ്ങളില്ല. ആലപ്പുഴയ്ക്ക് അവരുടെ അവകാശമുണ്ട്, തിരുവനന്തപുരത്തിന് അവരുടെ അവകാശമുണ്ട്, കേരളത്തിന്റെ അവകാശങ്ങളാണ്. അത് സാധ്യമാക്കുന്ന ഭരണ മനസ്ഥിതി, പ്രാദേശികത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ല. പ്രവർത്തനത്തിൽ വരുന്നത് എല്ലാവർക്കും സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ് എന്ന് പറയുന്ന സബ്കായിൽ ഈ പ്രദേശങ്ങളെല്ലാം വികസനത്തിന്റെ കാര്യത്തിൽ കീഴ്പ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതും വികസനത്തിന്റെ ഉദ്ദേശമാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഫോക്കസ്ഡ് ഓൺ ദിസ് പ്ലീസ്.
ഒന്നുമില്ല, അങ്ങനെ വിളിക്കുന്ന ശരിയാണ്. പ്രേമചന്ദ്രൻ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. അല്ല, ഞാൻ ഇന്നിപ്പം റെയിൽവേ സ്റ്റേഷന്റെ ഡെവലപ്മെന്റ് വർക്ക് മുഴുവൻ അനലൈസ് ചെയ്യണം. അതിനുള്ള ഉദ്യോഗസ്ഥർ ചെന്നൈയിൽ നിന്നും മധുരയിൽ നിന്നും ട്രിവാൻഡ്രത്തു നിന്നും ഒക്കെ വന്നിട്ടുണ്ട്, കൊച്ചിയിൽ നിന്നും വന്നിട്ടുണ്ട്. അവരുമായിട്ട് ഇതിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രസ് എന്താണ് ലാക്സിറ്റീസ് ഇത് മുഴുവൻ കണക്കെടുപ്പ് നടത്തി അതും റെയിൽവേ മിനിസ്റ്റർക്ക് സമ്മാനിച്ചുകൊണ്ട് 2026 ഡിസംബർ എന്ന് പറയുന്ന ടാർഗറ്റ് ടൈം നമ്മൾ റെസ്പെക്ട് ചെയ്യുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ അത് നിർബന്ധിതമാക്കുന്ന നീക്കത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള വിലയിരുത്തലിന് കൂടിയാണ് ഇന്ന് വന്നത്. നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വളരെ സമയബന്ധിതമായി കൃത്യമായി പുരോഗമിക്കുക. അത്ര നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കൃത്യമായി ടൈം ബൗണ്ടായി പ്രവർത്തന പുരോഗതി നടക്കുന്നൊരു സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചതാണ് കൊച്ചി സ്റ്റേഷൻ. പക്ഷേ നിർഭാഗ്യവശാൽ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ ആ നിലയിലുള്ള പ്രവർത്തന പുരോഗതി അവിടെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് റൈറ്റ്സാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. റെയിൽവേയുടെ തന്നെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റൈറ്റ്സും പ്രൈവറ്റ് പാർട്ണറുമായിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ വളരെ ഫലപ്രദമായി, മാത്രവുമല്ല ജനങ്ങൾക്ക് പരമാവധി അസൗകര്യം പരിമിതപ്പെടുത്തി ഏറ്റവും മികവാർന്ന നിലയിലുള്ള ഒരൊറ്റ ഇൻസിഡൻറ്റ് മാത്രമാണ്, ഒരു അൺഹാപ്പി ഇൻസിഡൻറ്റ് മാത്രമാണ് ഉണ്ടായത്. ആ നിലയിൽ വളരെ മാതൃകാപരമായി നടക്കുന്നൊരു കൺസ്ട്രക്ഷൻ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ സംബന്ധിച്ച്